അപ്പോൾ ആദ്യം കയ്യിൽ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം വെച്ച് നോക്കുക. എന്നിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ കൈ ഫുള്ളായിട്ട് ഒരു കയ്യിലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ, എന്നാലാണ് അതിൻ്റെ വ്യത്യാസം അറിയുള്ളൂ. വെൽക്കം ബാക്ക് ടു ഇന്ന് ഒരു സ്പെഷ്യൽ ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്നൊന്നും ആരും ചെയ്യാത്തൊരു വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടത് ഇതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ പേരക്കൻ്റെ ഇല, അത് പറഞ്ഞാൽ കൊയ്യാക്കൻ്റെ ഇലയാണ്. അപ്പോൾ കൊയ്യാക്കയുടെ ഇല പിന്നെ അതിലേക്ക് നന്നായി കഴുകണം. നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം അതിങ്ങനെ പിച്ചി ഇടുക. എന്നിട്ട് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് നന്നായി കഴുകിയ ഉരുളക്കിഴങ്ങ് ഇതേപോലെ കഷ്ണമാക്കി എടുക്കുക. പിന്നെ കുറച്ച് തൈരും ഒരു മുറി തക്കാളിൻ്റെ ജ്യൂസൊന്നല്ല, തക്കാളി അതേപോലെ പകുതി എടുക്കുക. എന്നിട്ട് അതെല്ലാം കൂടി മിക്സിയിലിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അതിലേക്ക് ഒരു സ്പൂണ് അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് ഇന്നത്തെ. പേരയിലയുടെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ മുഖക്കുരുവും ഫേസിലെ കറുത്ത പാടുകളും കുറയ്ക്കാൻ സഹായിക്കുന്നു. ചർമ്മത്തിലെ ചുളിവുകൾ മാറ്റി യുവത്വം നിലനിർത്താൻ ഇത് ബെസ്റ്റാണ്. ഉരുളക്കിഴങ്ങ് നല്ലൊരു ബ്ലീച്ചിങ് കൂടിയാണ് ഫേസിന്. അത് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാനും ഫേസിന് നല്ല ഷൈനിങ്ങും കിട്ടാൻ ഇത് ഹെൽപ്ഫുള്ളാണ്. ചില ആളുകൾക്ക് ഉരുളക്കിഴങ്ങ് തേച്ചാൽ ചൊറിച്ചൽ വരും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം ഇതുപോലെ കയ്യിലോ അല്ലെങ്കിൽ വേറെ കഴുത്തിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക, ചൊറിച്ചലോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്ന്. അപ്പോൾ ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കയ്യിൽ ആദ്യം തേച്ച് കാണിച്ചതാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ കയ്യിൽ തേച്ചപ്പോൾ വലിയ ഡിഫറെൻ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും അരച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തു. പക്ഷേ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് പിടിക്കാൻ, ഈ ഇല ആയ കാരണം നമുക്ക് ഫേസിലൊന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നിങ്ങനെ പിടിക്കാൻ കുറച്ച് ഇതാണ്. അപ്പോൾ നമ്മൾ ഈ തേക്കണ സമയത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് പോലെ ഇങ്ങനെ ഒപ്പി കൊടുക്കണം. അല്ലാതെ ഫേസ് പാക്ക് ഇങ്ങനെ തേക്കണ പോലെ തേച്ചാൽ ഫേസിൽ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഓയിൽ സ്കിന്നുകാർക്കൊക്കെ ഇത് സുഷിരങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ ഇത് ബെസ്റ്റാണ്. പിന്നെ മുഖക്കുരു വന്ന പാടുകൾ, കറുത്ത കുത്തുകൾ ഒക്കെ ക്രമേണ മാറിക്കിട്ടും. ഫേസിൽ കറുത്ത കുത്തുകളൊക്കെ മാറിയിട്ട് സ്വാഭാവിക തിളക്കവും കിട്ടും. ഇപ്പോൾ ഞാൻ കുറച്ച് നേരം വെച്ചിട്ട് അതൊന്ന് സ്ക്രബ് ചെയ്തു കേട്ടോ കഴുകണ സമയത്ത്, എന്നിട്ടാണ് കഴുകിയെടുത്തത്. അപ്പോൾ എനിക്ക് കയ്യിൽ വലിയ വ്യത്യാസം തോന്നിയില്ലെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്തപ്പോൾ നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. പക്ഷേ കഴുകിയെടുത്തപ്പോൾ നല്ലൊരു ഫ്രഷ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ എപ്പോഴൊക്കെ നമ്മൾ ഈ വെയിൽ കൊണ്ട് വരുമ്പോഴൊക്കെ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല യൂസ്ഫുള്ളാണ്. ടേൺ അടിച്ചവർക്കൊക്കെ യൂസ്ഫുള്ളായ ഒരു അടിപൊളി ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബായ്.